പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം സാധാരണ വിലാപ ഭവനങ്ങളിൽ പോകുമ്പോൾ പലരും അവിടെ നിന്ന് ആത്മാവ് നരകത്തിൽ പോകുമെന്നും ആത്മാവ് രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ മാനസാന്തരപ്പെടണമെന്നും മറ്റും പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ സംശയമുണ്ടാകാറുണ്ട്. ദൈവവചനം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾക്ക് ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ദൈവമാണ്. അടുത്തതായി പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ അത് വായിക്കുന്നു 3:17. പിന്നെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും സകല നീതിയിലും നമ്മളെ വഴി നടത്തുകയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയും നമുക്ക് ബോധം വരുത്തുകയും ചെയ്യുന്നു എന്ന് നാം അറിയുന്നു. പ്രിയരെ, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് എല്ലാം. ദൈവം ഒരുവൻ. ഇസ്രായേലെ കേൾക്കാം, നിന്റെ ദൈവമായ യഹോവ ഒരുവനെന്ന് മോശ പ്രഖ്യാപിക്കുന്നതും ശരി തന്നെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂക്കിൽ ദൈവം തൻ്റെ ആത്മാവിനെ ഊതിയപ്പോഴാണ് മനുഷ്യൻ മനുഷ്യാത്മാവായി തീർന്നത്. അവനിൽ യാതൊരുവിധ ആത്മാവിനെയും ദൈവം സൃഷ്ടിച്ചതായി കാണുന്നില്ല. ദൈവമായ ആത്മാവ് ഒരിക്കലും സൃഷ്ടിയല്ല എന്ന് നാം ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. നരകം പോലും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്നത് ദൈവാത്മാവാകുന്നുവെന്ന് യെശയ്യാവ് നമ്മളോട് പറയുന്നു. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിരിക്കുന്നു. മഹാരാജാവിന് വേണ്ടിയും അത് ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ചിതയിൽ അനേകം വിറകും തീയും ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ഒരു അഗ്നി നദി പോലെ കത്തിക്കുന്നു. അപ്പോൾ നരകമുണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ദൈവാത്മാവാണ്. അതിൽ നിന്ന് തന്നെ ദൈവാത്മാവ് നരകത്തിൽ പോകുമെന്ന് പറയുന്നതിലുള്ള ബുദ്ധിശൂന്യത. വെള്ളം വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്നോ അഗ്നി അഗ്നിയിൽ പൊള്ളിക്കരിയുമെന്നോ നമുക്കാർക്കും പറയുവാൻ ആവതുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു യുക്തിരഹിത പ്രസ്താവനയാണ്. ദൈവവചനം അതിനെ അംഗീകരിക്കുന്നില്ല. ദൈവം നമ്മിൽ ഊതിയതിൻ്റെ ഫലമായി നാം ഒരു മനുഷ്യാത്മാവ് അല്ലെങ്കിൽ ജീവനുള്ള ദേഹി ആയിത്തീരുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവിടെ യാതൊരുവിധ ആത്മാവിനെയും ദൈവം സൃഷ്ടിച്ചില്ല. ദേഹിയാണ്, ജീവനുള്ള ദേഹിയാണ് ആത്മാവിനാൽ ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ ഈ ദേഹിയാണ് നിത്യമായി ജീവിച്ചിരിക്കേണ്ടത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദേഹിക്ക് അവസാനമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ദേഹിയാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനായി തീരണം. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നാണ് വായിക്കുന്നത്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരും ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരും ഉണ്ടെന്ന് വ്യക്തമായിരിക്കുമ്പോൾ മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയല്ല, അതൊരു വ്യക്തിയാണ്. അതിനാണ് സോൾ, പ്രാണൻ, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, പിന്നെ ഹൃദയത്തിൻ്റെ അക്ഷയഭൂഷണം, പിന്നെ ഗൂഢമനുഷ്യൻ, പിന്നെ ശാശ്വതവാസി എന്നീ പേരുകളിൽ ബൈബിൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ദേഹമെന്ന് പറയുന്നത് ദേഹിക്ക് വസിക്കുവാനുള്ള ഒരു മന്ദിരമാണ്. ആത്മാവുള്ള മനുഷ്യൻ്റെ ദേഹി ദേഹത്തിൽ വസിക്കുന്നുവെന്ന് പറയും. അതിനെ നാം നശിപ്പിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരം കൂടെയാണത്.
കോടാനുകൂടി മനുഷ്യവർഗം ജീവജാലങ്ങളെല്ലാം ഉള്ളപ്പോൾ മനുഷ്യന് മാത്രമേ ദേഹിയുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ മാത്രമാണ് ജീവനുള്ള ദേഹിയായി തീർന്നത്. എന്നാൽ മറ്റ് ജീവജാലങ്ങളെല്ലാം ഈ ലോകത്തിലുള്ളത് അവർക്കൊന്നും ദേഹിയില്ല. അങ്ങനെ ചിലർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൃഗങ്ങൾക്കോ ഇതര ജീവജാലങ്ങൾക്കോ പേഴ്സണാലിറ്റി ഇല്ല, ദേഹിയില്ല. വലിപ്പം കൊണ്ടത് ഭയങ്കരമായിരിക്കും. ആന 6000 കിലോ ഉണ്ട്. ആനയ്ക്ക് 6000 കിലോ കിലോ. ആസ്ട്രേലിയയിലെ ആന. കടുവായുണ്ട്, പിന്നെ മഹാനക്കറമുണ്ട്, നദീഹയമുണ്ട്, ലിവ്യാദാനുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഇതെല്ലാം ദൈവാത്മാവിൻ്റെ തുടിപ്പാണ് പ്രിയപ്പെട്ടവരെ. ഇതിനൊന്നും ദേഹിയില്ല എന്ന് നാം മനസ്സിലാക്കി കൊള്ളണം. ദേഹി മനുഷ്യൻ മാത്രമാണ്. മാൻ ബിക്കെയിം എ ലിവിങ് സോൾ. ഈ ആത്മാവ് മരിക്കുമെന്ന് ഒരിക്കലും പ്രസംഗിക്കരുത്. മനുഷ്യനാണ് ദൈവം മാനസാന്തരം വെച്ചിരിക്കുന്നത്. ദേഹിക്കാണ് മാനസാന്തരം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അവൻ മരിക്കാതിരിപ്പാൻ നീ പാപം ചെയ്യരുതെന്ന് വേണം പ്രസംഗിക്കേണ്ടത്. ശവസംസ്കാര ഭവനത്തിൽ വന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ പറയരുത്. അത് അപകടമാണ്. ദൈവം മരിക്കുമെന്ന് പറഞ്ഞാൽ, ആത്മാവ് മരിക്കുമെന്ന് പറഞ്ഞാൽ, ആത്മാവ് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ആത്മാവ് ദുഃഖിക്കും. ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൂടാ. കർത്താവിനെ ദുഃഖിപ്പിച്ചാലും ക്ഷമിക്കും. മറ്റെന്ത് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും. ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് പരലോകത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവം നമ്മോട് ചോദിക്കും, ആത്മാവിനെ നീ അപമാനിച്ചിട്ടാണോ നീ വരുന്നതെന്ന്. ഒരിക്കലും ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമ ലഭിക്കാത്തൊരു പാപമാണ് നമ്മൾ മരണഭവനങ്ങളിൽ നിന്ന് പ്രസംഗിച്ചു വിടുന്നത് എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിച്ചു തന്നു. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറണം. നമ്മൾക്ക് എന്താണ് മനുഷ്യനെന്ന് നാം പഠിക്കണം. അതുകൊണ്ട് ഒരിക്കലും ആത്മാവ് മരിക്കണമെന്നോ ആത്മാവിന് മാനസാന്തരം ഉണ്ടാകണമെന്നോ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ഈ ആത്മാവ്, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഈ ആത്മാവ് മരിക്കുമെന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ദൈവം ക്ഷമിക്കാത്ത പാപമാണ് പ്രിയരെ. അതുകൊണ്ട് ഒരു വിചിന്തനം, ഒരു വീണ്ടും ചിന്ത, ഒരു വീണ്ടും വിചാരം അതിനെക്കുറിച്ച് ഉണ്ടായാൽ നന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വിനയപുരസ്സരം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. നമ്മൾ അറിയാതെയാണെങ്കിലും ചെയ്യുന്നത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാനസാന്തരപ്പെട്ടത് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് വേണ്ടത്. ശീലം കൊണ്ട് പിന്നെയും അത് ആവർത്തിച്ച് പാപം ചെയ്താൽ അതും ശിക്ഷാർഹമാണ്. നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നാം പറയുന്നതും നാം പഠിപ്പിക്കുന്നതും വേദാനുസാരമായിരിക്കണം. പണ്ട് മുതൽ ആരോയൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് നമ്മളത് അംഗീകരിച്ച് പഠിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ, തിരുവെഴുത്തുകളിൻ പ്രകാരമാണോ എന്നൊരു ചിന്ത വേണ്ടേ? ആത്മാവല്ല മാനസാന്തരപ്പെടേണ്ടത്, ദേഹിയാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മളോട് സാക്ഷീകരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിച്ചുകൂടാ. പിന്നെ മരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ജീവൻ യഹോവയുടെ ഭാണ്ഡത്തിൽ പോയി കെട്ടപ്പെടും. എന്നാൽ ദേഹിയാകട്ടെ അതിൻ്റെ ശാശ്വത വാസസ്ഥാനത്തിലേക്ക് പോകുമെന്നും പറഞ്ഞു. ജീവൻ പോയി, അടുത്തത് ജീവനുള്ള ദേഹി ശാശ്വത ഭവനത്തിലേക്ക് പോയി. പിന്നെ ശേഷിക്കുന്നത് നമ്മുടെ ശരീരമാണ്. ആ ശരീരം കൊണ്ട് നമ്മൾ ശവദാഹം ചെയ്യും. അത് മണ്ണിലോട് ചേർന്ന് പൊടി പണ്ടായിരുന്നത് പോലെ പിന്നെയും പൊടിയിലേക്ക് ചേരും. എന്നാൽ ഇത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. മാനസാന്തരപ്പെടാത്തവനും മാനസാന്തരപ്പെട്ടവനും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് മറന്നു പോകരുത്. നീ മാനസാന്തരപ്പെടാതെ ജീവിച്ചാൽ നിന്നെ പിടിച്ചുകൊണ്ട് വരും. അത് ഓർത്തോളണം. അതാണ് ദൈവഭയം.
നീ തോന്നിയ പോലെ ജീവിക്കരുത്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. നീ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. സഭയോട് ചേർന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥന കഴിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വിളിച്ചെഴുന്നേൽപ്പിക്കും കേട്ടോ. അതിനെക്കുറിച്ച് ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല. സുവിശേഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ പുനരുദ്ധാനമെന്നാണ്. മണ്ണിൽ വീണു മറഞ്ഞു കിടക്കുകയാണ്. നിന്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവഭണ്ഡാരത്തിൽ കിടപ്പുണ്ട്. കാഹളം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്ന് അവിടുന്ന് ആ ജീവൻ നിന്നിലേക്ക് പാഞ്ഞു കയറും. ഉടനെ തന്നെ നീ ചാടി എഴുന്നേൽക്കുമ്പോൾ നിന്റെ ദേഹിയുണ്ടല്ലോ, നിന്നെ വിട്ടുപിരിഞ്ഞു പോയ ദേഹി, ശാശ്വത ഭവനം അതിൻ്റെ ഏതായിരുന്നാലും അവിടെ നിന്ന് യാതനാസ്ഥലത്തു നിന്നാണെങ്കിൽ യാതനാസ്ഥലത്ത് നേരെ ജീവൻ എങ്ങനെ വന്നുവോ അതുപോലെ അതും നിൻ്റെ ശരീരത്തിലേക്ക് ഞൊടിയിടയിൽ കയറി നീ എഴുന്നേറ്റ് നിൽക്കും. ഇതൊക്കെ വളരെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. പിന്നെ പോയി രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ മാനസാന്തരപ്പെടാനോ അനുഭവിക്കാനൊന്നും സമയമില്ല. നിൻ്റെ ആപ്പീസ് കൂട്ടി നീ ചെയ്തിരിക്കുന്ന പാപങ്ങളുമായി നിനക്ക് ദുഷ്ടനാണെങ്കിൽ ഒരു രൂപാന്തരം പോലുമില്ല. കർത്താവിനെ ഭക്തിയോടെ ആരാധിച്ച് മാനിച്ച് ജീവിച്ചാൽ അവർ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ അവരുടെ താഴ്ചയുള്ള ഈ ശരീരം യേശുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അല്ലെങ്കിൽ നീ പോക്കാണ്, നരകത്തിൽ നീ പോകും. എന്നാൽ നീ വിശുദ്ധനായി ഭക്തനായി സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ജീവിച്ചാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ തന്നെ ആദ്യത്തെ ഘട്ടം ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം പ്രാപിച്ചുകൊണ്ട് നീ മടങ്ങി വരും, എഴുന്നേറ്റ് വരും. നിനക്ക് ദൈവമക്കളുമായി ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ സംശയം നീ മാറ്റി കൊടുക്കണേ. ഞങ്ങളുടെ ആത്മാവിന് യാതൊരു വിധമായിരിക്കുന്ന മാനസാന്തരവുമല്ല. ഞങ്ങളാണ് മാനസാന്തരപ്പെടുന്നത്, ദേഹിയാണ് മാനസാന്തരപ്പെടുന്നത്. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. എന്നാൽ മാനസാന്തരപ്പെട്ടവൻ്റെ ആത്മാവ് ഒരിക്കലും അവനിൽ നിന്ന് വിട്ടുപോകേണ്ടതായി വരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുഷ്ടനായവൻ മാനസാന്തരപ്പെടാത്തവൻ മരിക്കുമ്പോൾ പാതാളത്തിൻ്റെ ആടായി അന്നവൻ രജിസ്റ്റർ ചെയ്യപ്പെടും. മൃത്യു അന്നു മുതൽ അവന് മേയിക്കുവാൻ തുടങ്ങും. അയ്യോ, ആ അപകടകരമായ അവസ്ഥ ഞങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടുവാൻ പാടില്ലാത്തൊരു കുരുക്കാണ്. അതിൽ നിന്ന് ഞങ്ങളെ യേശുവിൻ്റെ രക്തം മൂലം മോചിപ്പിച്ചതിനായി സ്തോത്രം. എന്നെ കേട്ട പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും സഹായിക്കണം. മാനസാന്തരത്തിൻ്റെ പക്വഫലങ്ങൾക്കായി എല്ലാവർക്കും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. എല്ലാവരുടെയും രോഗവും ദുരിതവുമൊക്കെ മാറ്റി അഭിഷേകത്തിൻ്റെ പുഷ്ടിയാൽ ബന്ധനങ്ങളെ തകർത്ത് മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണം. എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, എൻ്റെ വിദേശത്തായിരിക്കുന്ന പ്രിയ സഹോദരിമാർ, പ്രിയ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ എല്ലാവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വലിയ സന്തോഷത്തോടെ ഞങ്ങൾക്ക് കണ്ടുമുട്ടണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമീൻ ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.